വിദേശമായിട്ടുള്ള ചെറുതും വലുതായിട്ടുള്ള കാച്ചു തുടങ്ങിയ ഏറ്റവും വലിയ പ്ലാന്റുകൾ നമ്മുടെ നഴ്സറി. വേൾഡ് നമ്പർ 1 മാംഗോ എന്ന് പറയാം. അതിന്റെ ടേസ്റ്റിലായാലും അതിന് അത്രയും കോസ്റ്റ്ലി ആണ്. ഏകദേശം കിലോയ്ക്ക് 2.5 ലക്ഷം പിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഈ ട്രാപ്പ്. അതായത് ഇതിനകത്ത് കൊമ്പൻ ജെല്ലിയുടെയും ചെമ്പൻ ജെല്ലിയുടെയും 2 തരത്തിലുള്ള മരുന്നുകളുണ്ട്. ഈ മരുന്ന് ഈ അടപ്പില് 2 ലെയറിൽ വരുന്ന ലക്കി ബാമ്പു ആണ്. ഇത് വരുമ്പോൾ 3 ലെയറിൽ വരുന്നത്. ഇത് ദിവസവും ചക്കകൾ ഇങ്ങനെ പോകും. നമ്മളിത് ചക്ക ഇത് നല്ല വെയിലത്തിരുന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നിറയെ ചക്ക പിടിച്ചോണ്ടേ ഇരിക്കും. ആൾ സീസണായിട്ട് കായ്ക്കുന്ന ഒരു പറയും. ഇപ്പൊ 2000-ലധികം വരും. സൂപ്പർ ഉണ്ട്. അപ്പുറത്ത് ജേത എടുത്തിട്ട് ഇരിപ്പുണ്ട്. തായ്ലാൻഡ് റെഡ് ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് നെയ്യാറ്റിക്കര അമരവിളയിലാണ്. അമരവിളയിലുള്ള ഗ്രീൻസ് നഴ്സറിയിലാണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരു നഴ്സറി ചെയ്യുന്നത്. വല്ല അടിപൊളി ഒരു നഴ്സറിയാണ്. ഇപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഓണർ ജയരാജ് സാർ നമ്മൾ കൂടെ ഉണ്ട്. നമ്മുടെ നഴ്സറി ആദ്യമായിട്ട് വന്ന് കണ്ടല്ലേ? അതെ, ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ നഴ്സറിയുടെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതല്ല അങ്ങോട്ട് അത്രയും വെറൈറ്റി. അതെ അതെ, ഭയങ്കര വെറൈറ്റി. ഇത് എനിക്ക് തോന്നുന്നു ഫ്രൂട്ട്സ് മാത്രം, ചെടികളൊന്നുമില്ല. നമുക്ക് വേറെ ബ്രാഞ്ച് ഇല്ല കേരളത്തില്. ഗ്രീൻസ് നഴ്സറി നെയ്യാറ്റിക്കര അമരവിള. നല്ല അടിപൊളി ഒരു നഴ്സറിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയുടെ പറയും. ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഫ്രൂട്ട്സ് വെറൈറ്റികളുടെ ചെറുതും വലുത്, ഏറ്റവും വലുത്, എല്ലാ ടൈപ്പും ഉണ്ട്. ഏറ്റവും വലുതായിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് കൂടുതലുള്ളത്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇമ്പോർട്ട് ചെയ്തതും നമ്മളെ നാടൻ വിദേശമായിട്ടുള്ള ചെറുതും വലുതായിട്ടുള്ള കാച്ചു തുടങ്ങിയ ഏറ്റവും വലിയ പ്ലാന്റുകളാണ് നമ്മുടെ നഴ്സറി. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മാംഗോസ് കണ്ടില്ലേ? ഇതിപ്പോ ഏകദേശം ഒരു 6 അടി കൂടുതൽ ഹൈറ്റുള്ള മാംഗോസിന്റെ നമ്മുടെ സ്റ്റോക്ക് യാർഡാണ്. മാംഗോസിന്റെ മാത്രമുള്ള സ്റ്റോക്ക് യാർഡാണ്. ഈ ടൈപ്പിൽ തന്നെ ഇപ്പൊ നമുക്ക് ഏകദേശം 1000-ഓളം പ്ലാന്റ് നമുക്ക് നഴ്സറിയിൽ ഇപ്പൊ സ്റ്റോക്ക്. മാംഗോസിന് എത്ര വർഷമാകുമ്പോഴാണ് കഴിക്കുന്നത്? മാംഗോസിന് ചെറിയ തൈ നട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 വർഷം 7-8 വർഷം എടുക്കും. 8 വർഷത്തോളം എടുക്കും. അതായത് ഒരു ചെറിയ തൈ നട്ട് കഴിഞ്ഞാൽ ഒരു 3 അടി വരെ പൊങ്ങുന്നവരെ ഇത്തിരി സ്ലോവിലേ വരുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ കുറച്ചുകൂടെ സ്പീഡായിട്ട് വളർന്നു വരും. ഇതിന് അധികം വെയിൽ വേണ്ട. ഷെയ്ഡിൽ വളരുന്ന പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ഒരു മാംഗോസ് നല്ലതാണ്. അത് കാച്ചു തുടങ്ങി ഏകദേശം ഒരു 100 വർഷത്തോളം നമുക്ക് കായ്ഫലം തരും. ഭയങ്കര ആദായമുള്ളതാണ്. നട്ടൊന്ന് കാച്ച് കിട്ടാൻ അല്പം ടൈം എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല ആദായമുള്ളത്, ഏറ്റവും നല്ല ഭയങ്കര പോഷകമുള്ള നല്ല ഫ്രൂട്ട് അല്ലേ സാർ ഇവിടെ ചെയ്തിരിക്കുന്നത്? ഹൈബ്രിഡ് ആണോ? അങ്ങനെ എന്താണ് അതിന്റെ ഒരു? ഇതെല്ലാം ഹൈബ്രിഡ്. അതായത് K100 എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. കേട് സാധ്യത വളരെ കുറവാണ്. കാ വലിപ്പം കൂടുതലായിരിക്കും. സാധാരണ ചിലത് നമ്മുടെ സാധാ വെറൈറ്റികൾ പൊട്ടിക്കുമ്പോഴത്തേക്ക് അതിനകത്തൊരു മഞ്ഞളിച്ച ഒരു കേട് സാധ്യത കൂടുതലുണ്ട്. ഇത് ആ കേട് സാധ്യത ഇല്ലാത്തൊരു ഒരു പ്രത്യേക സ്പെഷ്യൽ വെറൈറ്റിയാണ്. ഇതിന്റെ ഏറ്റവും ചെറുതാണ്. അത് നമുക്ക് 150 മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഇതിപ്പോ ഏകദേശം ഒരു 5-6 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പ്ലാന്റ്. ഇതിന്റെ വലുതുണ്ട്. ഇത് 25 കവർ ഇരിക്കുന്നത്. അതിന് 30 കവറുള്ള കുറച്ചും കൂടെ വലിയ പ്ലാന്റ്. വലിയ പ്ലാന്റ് ആണ് നമുക്ക്. എനിക്ക് താല്പര്യം ഇവിടെ വലിയ പ്ലാന്റ് അന്വേഷിച്ചാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് നിറയെ ആൾക്കാർ ഇവിടെ വന്ന് നമ്മളെ പ്ലാന്റ്. നമുക്ക് പിന്നെ അത് മാത്രമല്ല, പ്ലാന്റേഷൻ ഉണ്ട്. നമ്മള് ഇവിടെ വന്ന് 5 തൈ എടുത്താൽ നമ്മളെ പണിക്കാർ തന്നെ പോയി തിരുവനന്തപുരം ജില്ലയിൽ എവിടെയാണെന്നുണ്ടെങ്കിൽ അത് പോയി പ്ലാന്റ് ചെയ്ത് കൊടുക്കും അല്ലേ? അപ്പൊ നമുക്കൊരു വലിയൊരു പ്ലാന്റ്, ഒരു 2 ഏക്കറിലേക്ക് ഒരു പ്ലാന്റ് ചെയ്യണം. 2 ഏക്കറല്ലേ ഇപ്പൊ നമ്മൾ 5 ഏക്കർ 10 ഏക്കർ. അപ്പൊ അതിനെല്ലാം പണിക്കാർ ഇവിടെ നിന്ന് വിട്ടു പണിക്കാർ പോകും. അതിന് നമുക്ക് അഡീഷണൽ ചാർജ് ഒന്നുമില്ല. കിറ്റാച്ചി SCB നമ്മളെ പണിക്കാർ പോകുന്ന അവരുടെ ശമ്പളം കിറ്റാച്ചി മണിക്കൂർ വാടക അതേ ഉള്ളൂ. പിന്നെ ഇവിടെ അവർ വന്ന് സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് ഏതാണ്, ചെറുതാണ് വലുതാണ്, അവർ സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് ഏതാണ് അതേ ഉള്ളൂ. അല്ല നമുക്ക് അഡീഷണൽ ചാർജ് ഒന്നുമില്ല. നമുക്ക് അത്രയും പ്ലാന്റ് ചെലവ് അതേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടിംഗ് ഉണ്ടോ? നമ്മളെ വണ്ടികളിൽ തന്നെ അത്. അത് ഇവിടെ വന്ന് പ്ലാന്റ് സെലക്ട് ചെയ്യണം. ചെറുതോ വലുതോ എത്ര ഉണ്ടെങ്കിലും അവർ വന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് അവരെ സ്പോട്ടിൽ നമുക്ക് തൃശ്ശൂർ ഒരു ഡെലിവറി ഉണ്ട്, ഹൈവേ ഡെലിവറി ഉണ്ട്. 25 കൂടുതൽ പ്ലാന്റ് എടുക്കുന്നവർക്ക് നമ്മൾ ഫ്രീ ഡെലിവറി ആണല്ലേ? അത് ട്രിവാൻഡ്രം ജില്ല. ഇപ്പൊ നമ്മൾ അല്ലാതെ കേരളത്തിൽ കൂടുതൽ പ്ലാന്റ് എടുക്കുന്നവർക്ക് നമ്മൾ ഫ്രീ ഡെലിവറി കൊടുക്കുന്നുണ്ട്. കാരണം കണ്ണൂർ, കാസർഗോഡ് നിന്നൊക്കെ നമ്മളെ വലിയ ഇഷ്ടംപോലെ നിറയെ വരുന്നു. ഇപ്പൊ തന്നെ കണ്ടില്ലേ അവിടെ വന്ന് എത്ര ലോഡ് കയറിക്കൊണ്ടിരിക്കുന്നത്. അതെ, അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം. ഇതിനകത്ത് തന്നെ ഇതിപ്പോ ഏകദേശം 1000-ഓളം പ്ലാന്റ് ഇരിപ്പുണ്ട്. ഇത് 1000-ഓളം ഈ സൈസ് മാംഗോസ് ഇരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഇതുപോലുള്ള നല്ല അടിപൊളി മാംഗോസിൻ മാത്രമല്ല, ഇതിപ്പോ നമ്മൾ അടുത്ത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള തൈകൾ ഇപ്പൊ വലുതായാലും ചെറുതായാലും ഇപ്പൊ ഇതിപ്പോ ഒരു 5 കൊല്ലത്തിന് മുകളിലായെന്നാണ് പറയുന്നത്. വാങ്ങിക്കണമെങ്കിൽ നേരെ ഞാൻ നമ്പർ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നാൽ മതി. വേറെ ഒന്നും നോക്കണ്ട. ട്രാൻസ്പോർട്ടിങ് സൗകര്യങ്ങളെല്ലാം ചെയ്തു തരും. അപ്പൊ ഇനി നമുക്ക് മറ്റുള്ളതും കൂടെ കാണാം അല്ലേ സാറേ? അതെ, ഓരോ വെറൈറ്റി കാണുന്ന പ്ലാന്റുകളൊക്കെ എന്താണ്? ഇത് കൊടംപുളിയുടെ ബഡ് തൈയാണ്. ഇതെല്ലാം കാച്ചു തുടങ്ങിയതാണ്. ഇപ്പൊ സീസൺ ഇല്ലാത്തതാണ് ഇപ്പൊ കായില്ലാത്തത്. ഇതെല്ലാം കൊടംപുളിയുടെ കാച്ചു തുടങ്ങിയതാണ്. ഇതിപ്പോ ഏകദേശം 5 അടിയോളം ഹൈറ്റുള്ള കൊടംപുളി അറിയാലോ? നിത്യവും ഭക്ഷണത്തില് കൊടംപുളി പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ വലിയ മരങ്ങളുണ്ട്. ഇതിപ്പോ വലുത് വേണ്ട. നമുക്ക് തറയുന്നതിനെ പറിക്കുമ്പോൾ ബഡ് തൈകൾ അതിന്റെ ധാരാളം സ്റ്റോക്ക് ഉണ്ട്. ഇതിന്റെ വലിയ തൈകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ എങ്ങനെയാ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്? ഇതിന്റെ ചെറിയ തൈ വരുമ്പോഴത്തേക്ക് 250 അത് ബഡ് തൈയാണ്. ഇത് നിൽക്കുന്ന മാവിന്റെ ഏകദേശം വലിയ പ്ലാന്റുകളാണ് തൈ കാണുന്നത്. കായ്ച്ചു തുടങ്ങിയതായിരിക്കും.
ഇത് എല്ലാം കാച്ചുകൂടെ. ചന്ദ്രകാരൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി മാവാണ് തൈ കാണുന്നത്. ഇത് നമ്മുടെ നാംഡോക്കുമായി. ഇതിൽ ഇപ്പോൾ ഒരു 6-7 വെറൈറ്റി ഇരിപ്പുണ്ട്. തൈ കാണുന്ന എല്ലാം വലിയ മാവുകളാണ്. ഇതെല്ലാം കാച്ചുടങ്ങിയ മാവുകൾ. അപ്പൊ ഈ വർഷം ഇത് നന്നായിട്ട് കാശിരുന്നോ? ഇത് മിക്കതും എല്ലാം ആയ പ്ലാന്റുകളാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ വലിയ പ്ലാന്റുകളാണ് ഉള്ളത്. അതിൽ പെടുന്ന പ്ലാന്റുകളാണ് തൈ കാണുന്നതല്ല. ഇതല്ല, ഇത് നമ്മുടെ മറ്റൊരു സ്റ്റോക്കാണ്. ഇത് വിയന്ന സൂപ്പർ ഉണ്ട്. അപ്പുറത്ത് ജേത എടുത്തിരിപ്പുണ്ട്. തായ്ലാൻഡ് റെഡ് ഉണ്ട്. കുറെ പറയും. അതുകൊണ്ട് വിയന്ന സൂപ്പർ എല്ലാം കാച്ചു തുടങ്ങി. അതുകൊണ്ട് അത് കായായിട്ടിരിക്കുന്നുണ്ട്. ഇതിലെല്ലാം ചക്ക കാച്ചു തുടങ്ങിയ വലിയ പ്ലാന്റ്. ഇത് നമുക്ക് വിയന്ന സൂപ്പർ പ്ലാന്റ് മാത്രമാണ്. ഇത് ഏകദേശം ഒരു 8 അടിയോളം ഹൈറ്റ് ഉള്ളതാണ്. 25 കവർ ചെയ്യുന്നത്. ഇത് ഒരു സാറിന് ഒരു 30 വിയന്ന സൂപ്പർ മാത്രം പ്ലാന്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതായത് കൊട്ടാരക്കരയുള്ള ഒരു വിൻസെന്റ് എന്ന് പറഞ്ഞ വിൻസെന്റ് എന്ന് പറയുന്ന സാറിന് വിയന്ന സൂപ്പർ മാത്രം ഈ ഒറ്റ ടൈപ്പ് ഒറ്റ വെറൈറ്റി മാത്രം. ഇതിപ്പോ ഏകദേശം ഒരു 2 വർഷത്തോളം പഴക്കമുള്ളത്. ഇത് കാച്ചു തുടങ്ങിയ എല്ലാ ആയി തുടങ്ങിയ പ്ലാന്റുകളാണ്. ഇത് ആ സീസണായിട്ട് കായ്ക്കാണ്. വേൾഡിൽ ഏറ്റവും ചെറുപ്പത്തിൽ കായ്ക്കുന്ന പ്ലാവാണ്. അപ്പൊ ഇതിനിപ്പോ കൊണ്ടുവച്ചാൽ മതി. ഇതിന് ഞങ്ങൾ തന്നെ പ്ലാന്റ് ചെയ്ത് കൊടുക്കും. ആണല്ലേ? ഇതെല്ലാം വിയറ്റ്നാം സൂപ്പറുകളുടെ വലിയ പ്ലാന്റ്. ഇത് ഏകദേശം ഒരു 8 ബോഡി കൂടുതൽ ഹൈറ്റ് ആയില്ല. നല്ല ഹൈറ്റ് വലിയ ഹെവി. ഇത് വലിയ മരമായിട്ട് ഇല്ല. ഈ വിയറ്റ്നാം സൂപ്പറുകൾ മറ്റേ പ്ലാവുകൾ അത്ര ഒരുപാട് ഓവർ സൈസ് ആവുന്നതല്ല. നമുക്ക് മിക്കപ്പോഴും ഇതിനകത്ത് ചക്ക ഒരു 3-4 പ്ലാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഇതിനകത്ത് ചക്ക പറിച്ച് കഴിക്കാൻ പാകത്തിന്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് തെങ്ങിന്റെ വെറൈറ്റികളാണ്. ഇവരുടെ നഴ്സറിയിൽ ഏറ്റവും കൂടുതൽ ഉള്ള വെറൈറ്റികളാണ് ഈ തെങ്ങിന്റെ വെറൈറ്റികളാണ്. അപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. തെങ്ങിന്റെ നമ്മൾ ബാരൽ കാച്ച തെങ്ങൾ വരുന്നുണ്ട്. കണ്ടില്ലായിരുന്നു? കണ്ടു. ബാരൽ കാച്ചിട്ടുണ്ട്. ബാരൽ ഞങ്ങൾ വേണമെങ്കിൽ അവിടെ പ്ലാന്റ് ചെയ്ത് കൊടുക്കും. അത് എല്ലാ വെറൈറ്റിയും വെക്കാൻ പറ്റില്ല. ഇതാകുമ്പോ സണ്ണക്കി എന്ന് പറയുന്നത് ചെറിയ ഓലയായിട്ടെ ഇതായി കാണുന്നുണ്ടല്ലേ, ചെറിയ ഓലയായിട്ട്. ഇതൊക്കെ ഇനി ഏകദേശം ഒരു 1.5 വർഷമാകുമ്പോൾ കാച്ചുകൂടെ. ഇത് 21 കവർ ചെയ്തിരിക്കുന്ന സണ്ണങ്കി എന്ന് പറഞ്ഞ വെറൈറ്റി. ഇത് ഏകദേശം ഒരു 2 വർഷത്തോളം പഴക്കമായ തൈകളാണ്. 2 വർഷത്തോളം കവർ ഇരിക്കുന്നതാണ്. ഇങ്ങനെ ഇരിക്കും. തറയിലിട്ട് കുറച്ചുകൂടി നന്നായിട്ട് സ്പീഡായിട്ട് പെട്ടെന്ന് വളർന്നു വരും. ഇത് ഇനി ഒരു 1.5 വർഷമാകുമ്പോഴത്തേക്ക് ഇത് കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് ഈ ചില വീടിന്റെ ഫ്രണ്ടിലൊക്കെ ചെറുതിലെ ഇങ്ങനെ കാച്ചിരിക്കുന്നില്ല, ചെറു തറ തൊട്ട് തന്നെ കാച്ചു കൊടുക്കുന്ന ഒരു വെറൈറ്റി തെങ്ങാണ്. ഈ വീട് പാല് കാച്ചുന്ന ടൈമിലൊക്കെ ഇതിന്റെ വലിയ തീരിപ്പുണ്ട്. തടിയായ നമുക്ക് അപ്പുറത്ത് അടുത്ത സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കാണാം. ഇതിപ്പോ ഈ ടൈപ്പിൽ തന്നെ നമുക്ക് ഇപ്പൊ ഇവിടെ ഒരു 2000-ഓളം പ്ലാന്റ് ഇരിപ്പുണ്ട്. 2000-ഓളം ഇതേ കണ്ടില്ലേ? 2000-ഓളം പ്ലാന്റ് ഇതേ ടൈപ്പ് തന്നെ 21 കവറിലുള്ള സാധനമെങ്കിൽ ഇതിപ്പോ 2000-ലധികം വരും. 2000-ലധികം ഉണ്ടല്ലേ? അതെ. ഇവിടെ ഒരു 30-ഓളം തെങ്ങിന്റെ വെറൈറ്റി പ്ലാന്റുകളാണുള്ളത്. രാംഗംഗ, അതുപോലെ ഫിലിപ്പീൻസിന്റെ വെറൈറ്റി ഉണ്ട്, ശ്രീലങ്കന്റെ വെറൈറ്റി ഉണ്ട്, മലേഷ്യൻ വെറൈറ്റി ഉണ്ട്. അങ്ങനെ ഒത്തിരി തെങ്ങിന്റെ 30-ഓളം വെറൈറ്റികളുള്ള ഒരു നഴ്സറിയാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി തെങ്ങിന്റെ പ്ലാന്റുകൾ, തൈകൾ, അതുപോലെ കായ്ച്ചു നിൽക്കുന്ന ഡ്രമ്മുകളിൽ കായ്ച്ചു നിൽക്കുന്ന തൈകൾ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. കേരളത്തിലെ തന്നെ ഒട്ടുമിക്ക നഴ്സറികളിലും തെങ്ങിൻ തൈകൾ ഇവരാണ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിശ്വസ്തയോടെ ഒന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഗ്രീൻസ് നഴ്സറി. നമ്മുടെ നഴ്സറിയിൽ 30-ഓളം തെങ്ങുകളുടെ വെറൈറ്റി ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഫ്ലെക്സിലെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സിന് അത് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടത് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കായ്ച്ച തെങ്ങുകളും ഇവിടെ ഡ്രമ്മിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രമ്മിലിരുന്നത് കായ്ച്ച തെങ്ങുകളാണ്. ഒരു എവർഗ്രീൻ ട്രോപ്പിക്കൽ ഫ്രൂട്ടായ റംബൂട്ടാന്റെ 12-ഓളം വെറൈറ്റി ഇന്ന് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. അതിൽ തന്നെ ഏറ്റവും ഫേമസ് ഉള്ള നമ്മുടെ N18 മുതൽ മഞ്ഞ റംബൂട്ടാനായ E35 വരെ എല്ലാ വെറൈറ്റിയും അതിന്റെ ചെറുതും വലുതുമായ എല്ലാ പ്ലാന്റ്സും ഇന്ന് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. ഈ ഒരു പ്ലാന്റ് ഏതാണെന്ന് പറയാമോ? ഇത് മക്കഡോമിയ നട്ട്സ്. ഏകദേശം 1 കിലോയ്ക്ക് തന്നെ 2500, 3000, 3500 വിലയുള്ള മക്കഡോമിയുടെ ഗ്രാഫ്റ്റ് തൈയാണ്. ഏകദേശം 10 അടിയോളം ഹൈറ്റുള്ള പ്ലാന്റുകൾ. ഇതിന് നട്ട് ഏകദേശം 1 വർഷം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ കാക്കിയതാണ്. ഇപ്പൊ ഇതാണല്ലോ നമ്മൾ മറ്റേ ഒരു ലോക്ക് കൊണ്ട് കീ വെച്ച് ഓപ്പൺ ചെയ്ത് കഴിക്കുന്ന നട്ട്സ് വെറൈറ്റിയില് ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു വെറൈറ്റിയാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത് പണ്ട് വിദേശത്ത് നിന്നൊക്കെ കൊണ്ടുവന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നട്ട് കാച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കാച്ചു തുടങ്ങിയിരുന്നു. ഇത് ചെറുതുണ്ട്. ഇതിപ്പോ നമുക്ക് ഇരിക്കുന്ന ഗ്രാഫ്റ്റ് തൈയാണ്, വലിയ തൈയാണ്. ഇത് എത്ര കൊല്ലം ആകുമ്പോഴാണ് കായ്ക്കുന്നത്? ഇത് ഗ്രാഫ്റ്റ് തൈ ആയതുകൊണ്ട് പെട്ടെന്ന് കായ്ക്കും. ഇനി ഇത് നട്ട് ഏകദേശം 1 വർഷം ആകുമ്പോഴത്തേക്ക് നമ്മുടെ മണ്ണുമായിട്ട് പിടിച്ച് ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് ചേർന്ന് കാച്ചു. ഇതിനെന്താണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്? ഇത് നമ്മളിപ്പോ ഇവിടെ കൊടുക്കുന്ന 3500 രൂപ. ഇതിന്റെ ചെറിയതയുണ്ട് 1200 മുതലുണ്ട്. ഗ്രാഫ്റ്റ് 1200, 1800. ഇത് നമ്മൾ 3500. അപ്പൊ അതുപോലെ തന്നെ അവക്കാഡോയാണ്. ഇത് അവക്കാഡോയുടെ ഇത് ഏകദേശം 5 അടി കൂടുതൽ ഗ്രാഫ്റ്റ് തൈയാണല്ലോ. ഇതെല്ലാം ഗ്രാഫ്റ്റ് തൈ. അതായത് നമ്മുടെ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. നമ്മുടെ ഇവിടുത്തെ ചൂട് കാലം അതൊക്കെ കണ്ടില്ല. ഇവിടെ ഫുള്ള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തീ കൊള്ളുന്ന വെയിലുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. അതായത് 6-7 വെറൈറ്റി ഉണ്ട്. അത് ഈ മലയോര മേഖലകളിൽ തണുത്ത, അതായത് 20 ഡിഗ്രി താഴെയുള്ള സ്ഥലങ്ങളിൽ കായ്ക്കുന്ന വെറൈറ്റികളുണ്ട്. അത് നമ്മളിവിടെ വെച്ചാൽ കായ്ക്കില്ല.
അത് ആ വെറൈറ്റികൾ നമ്മുടെ നഴ്സറിയിലുണ്ട്. ഇപ്പൊ ഞാൻ അതൊന്നും എടുക്കുന്നില്ല. ഈ ഒറ്റ വെറൈറ്റി ഇപ്പൊ അപ്പൊ കൂടുതൽ ഇതാകുമ്പോൾ നമ്മളെ ചൂട് കാലാവസ്ഥയ്ക്ക് നമ്മൾ അനുയോജ്യമായിട്ടുള്ളതാണ് എത്ര ചൂട് കിട്ടും അത്രയും നല്ലതാണ്. നല്ല ചൂട് കാലാവസ്ഥ കായ്ക്കുന്നതാണ്. ഉം. ഇത് ബൾബ് ടൈപ്പാണ്. ഒരെണ്ണം തന്നെ ഏകദേശം ഒരു 600-650 ഗ്രാം വെയിറ്റ് വരും. അത്രയും ആ വെയിറ്റ് നല്ല വലിപ്പമുള്ളതാണ്. അതിന്റെ ഫ്ലഷ് കൂടുതലാണ്. അതായത് ഇത് നന്നായിട്ട് വിളഞ്ഞ് പഴുക്കുമ്പോഴത്തേക്ക് അതിന്റെ പുറം നല്ല വയലറ്റ് കളർ, ഡാർക്ക് വയലറ്റ് കളർ. അപ്പൊ ഞാൻ വേറെ കാര്യം ചോദിക്കുന്നത്, ഇതിന് എങ്ങനെയാണ് ഇതിന്റെ ഒരു പരിചരണം എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ ഇത് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഒരു വളം ചെയ്യേണ്ടത്? എങ്ങനെയാണ്? അല്ല, ഇതിന് നമ്മൾ സാധാ നാടൻ ചാണകപ്പൊടി എല്ലുപൊടി പ്രത്യേകിച്ചൊന്നും വേണ്ട. നമ്മള് സാധാ കമ്പോസ്റ്റുകളും എല്ലാം പ്രത്യേകിച്ച് അങ്ങനെ വെള്ളത്തിന്റെ അളവ് വെള്ളം നമ്മുടെ സാധാ മറ്റുള്ള പ്ലാന്റൊക്കെ നനയ്ക്കും പോലെ തന്നെ ഉം. ഈ ചൂട് സമയമാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ നട്ട് കുറച്ച് ദിവസത്തേക്ക് 2 നേരം നനയ്ക്കും. അത് കഴിയുമ്പോൾ 1 നേരം നനച്ചാൽ മതി. ഒന്ന് ആണ്. പ്ലാന്റ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ വല്ലപ്പോഴൊരിക്കൽ നനച്ചു കൊടുത്താൽ മതി. അവക്കാട ഇന്ന് ഇവിടെ മിക്കവർക്കും അറിയാം. അതിന്റെ ചെറുതും വിലയിട്ടുള്ള പ്ലാന്റുകൾ ഇപ്പൊ നമ്മൾ ഉണ്ടല്ലേ? സ്റ്റോക്ക് ഉണ്ട്. ഇത് സീഡ്ലെസ് നാരകം, സീഡ്ലെസ് നാരകം, കുരുവില്ലാത്ത. നമുക്ക് കുരുവില്ലാത്ത. ജ്യൂസിന് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഉം. തോലും കൂടെ ഉപയോഗിക്കാനായിട്ട്. തോല് ഉപയോഗിച്ചാൽ അതിന്റെ ഒരു ടേസ്റ്റും ഗുണവും Taste മണവും കിട്ടുള്ളൂ. നല്ല മണമായിരിക്കും. വീട്ടിനകത്ത് നമ്മൾ അടുക്കളയിൽ അടിച്ചു കഴിയുമ്പോൾ വീട് മൊത്തം മണം വരും. ഉം. ഭയങ്കര മണമുള്ള നല്ലൊരു വെറൈറ്റിയാണ് ഈ സീഡ്ലെസ് നാരകം. വിദേശത്ത് ഏറ്റവും കൂടുതൽ ജ്യൂസിന് ഉപയോഗിക്കുന്ന ഒരു നാരകം സീഡ്ലെസ് നാരകമാണ്. ഇപ്പൊ നമ്മളവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇതില് ആയിട്ടുണ്ട് അല്ലേ? ഇത് ഒരു കൊലയിൽ 8-10 വെച്ച് കായ്ക്കും. ഇതിലിപ്പോ ഇത് കാച്ചു തുടങ്ങുന്നുള്ളതാണ്. ഇതെല്ലാം ആയ പ്ലാന്റുകളാണ്. ഇതുണ്ട്, ഇതിലെല്ലാം കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ്. ഇതിന്റെ എല്ലാം ചെറുതും വലുതോട്ടുള്ള പ്ലാന്റുകൾ നേഴ്സറി ധാരാളമുണ്ട്. ഇതിലെല്ലാം ഇതിലൊക്കെ കായകളുണ്ട്. ഇതിലെല്ലാം ഇത് മിക്കതിലും 2-3 കാ ഉള്ള പ്ലാന്റുകളാണ്. അതായത് ഫുൾ All season ആണ്. ആൾ സീസൺ ആണ് എല്ലാ സമയത്തും. ഇതേ കാണുന്ന മൾബറി, ബ്രസീൽ മൾബറിയുടെ വലിയ പ്ലാന്റുകളാണ്. ഇതെല്ലാം കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ് ഇതേ കാണുന്നത്. ഇതിന്റെ സ്റ്റോക്ക് ധാരാളം ഉണ്ട്. മൾബറിയുടെ ഒരു 3-4 വെറൈറ്റി ഉണ്ട് നമ്മുടെ. ആണല്ലേ? 3-4 വെറൈറ്റി ഉണ്ട്. ഇതേ കാണുന്നത് നമ്മുടെ ഇവിടെ ആനമുന്തിരി എന്ന് പറയും. മറ്റത്തെ പേരുകളൊക്കെ ഉണ്ട്. ആനമുന്തിരി, അതായത് നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ പോലത്തെ കുറച്ച് വലിപ്പം കൂടില്ല, തണ്ട് കനമുള്ള. ഇത് ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് ഉള്ള പ്രതിരോധ ശേഷിയുള്ളൊരു ഫ്രൂട്ടാണ് ആനമുന്തിരി എന്ന് പറയുന്നത്. അതിന്റെ വലിയ പ്ലാന്റുകളാണ് ഇതായി കാണുന്നത്. ഇതെല്ലാം കാക്കാറായ പ്ലാന്റുകളാണ്. ഇത് ഏകദേശം ഒരു 6-7 ഹൈറ്റുള്ള വലിയ പ്ലാന്റാണ്. ഇതിന്റെ ചെറിയ പ്ലാന്റ് നമ്മുടെ നേഴ്സറി. നമുക്കിവിടെ കൂടുതലും ഇമാതിരിയുള്ള വലിയ വലിയ പ്ലാന്റുകളാണ് കൂടുതലുള്ളത്. ഇതിപ്പോ നമ്മുടെ വണ്ടികളിൽ ലോഡ് ചെയ്യുന്നതാണ്. അതായത് എറണാകുളത്ത് കളമശ്ശേരിയിലുള്ളൊരു വിക്രമൻ സാറിന് നമ്മുടെ വലിയ ലോറിയിലാണ്. ഇതിപ്പോ ഏകദേശം എല്ലാം കൂടെ ഒരു 150 പ്ലാന്റ് ഉണ്ട്. അപ്പൊ ഇത് ഫുള്ളായിട്ട് കളമശ്ശേരിക്കാണ്. ഇതിപ്പോ സാറ് വന്ന് സെലക്ട് ചെയ്ത് ഇവിടെ നമ്മുടെ വണ്ടിയിൽ കയറ്റിയത് ഇവിടെയാണ്. അത് അവർ തന്നെ പ്ലാന്റ് ചെയ്തത്. ആണല്ലേ? നമ്മൾ ഇവിടെ നാളെ പോകുന്നില്ല, അവർ തന്നെ പ്ലാന്റ് ചെയ്യും. അവർക്കുള്ള ഇതുമെല്ലാം ഏകദേശം എല്ലാം വലിയ പ്ലാന്റുകളാണ്. അതാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ പ്ലാവ്, റംബുട്ടാൻ എല്ലാം ഇതെല്ലാം കാച്ചു തുടങ്ങിയതാണ്. ഈ കാണുന്നതെല്ലാം കാച്ചു തുടങ്ങിയ റംബുട്ടാനാണ്. അതാണ് പ്ലാവിന്റെ എല്ലാത്തിന്റെ വലിയ പ്ലാന്റുകളാണ്. സാറ് വലിയ പ്ലാന്റ് നോക്കി ഇവിടെ വന്ന് നമ്മളോട് സെലക്ട്. നമുക്ക് പിന്നെ 1-2 വെറൈറ്റി ഇല്ലേ, ആൾ വെറൈറ്റി. എല്ലാ വെറൈറ്റിയുടെ ഏറ്റവും വലിയ പ്ലാന്റുകളാണ്. ഏറ്റവും വലിയ പ്ലാന്റ് കൊണ്ടുപോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫ്രൂട്ട്സ് അതായത് നമ്മൾ ചെറിയ തൈ നട്ട് 2-3 വർഷം തന്നെ നട്ട് പരിപാലിക്കുന്ന ചെലവും അതിന്റെ ആ കാലയളവ് സമയവും നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വലിയ പ്ലാന്റ് വയ്ക്കുന്നതാണ് ലാഭം. പിടിച്ചു കിട്ടാനും വലുതായിരിക്കും. അതെ. മറ്റത് കേട് സാധ്യതകളൊക്കെ കൂടുതലാണ്. അതിന് മരുന്ന്, പിന്നെ അതിന്റെ വളം, അതെല്ലാം കൊടുത്ത് നമുക്ക് അതിന്റെ ചെലവെല്ലാം നോക്കുമ്പോൾ വലിയ പ്ലാന്റ് വയ്ക്കുന്നതാണ് ലാഭം. ഇത് ഈ കാണുന്നത് നമ്മുടെ നാംഡോക്മായുടെ കുറച്ച് വലിയ പ്ലാന്റുകളാണ്. ഇതെല്ലാം കാച്ചു തുടങ്ങിയ പ്ലാന്റാണ്. ഈ കാണുന്നതെല്ലാം നാംഡോക്മായുടെ അത് ആൾ സീസണായിട്ട് കായ്ക്കുന്നതാണ്. അതിന്റെ സീഡ് ഒരു സ്കെയിലിന്റെ അത്ര കനയാണ്. സോൾഡ് അടിച്ചിട്ടേക്കാണ്. അതായത് ഇന്നലെ ഒരാൾ സെലക്ട് ചെയ്ത മാവാണ്. ഈ കാണുന്ന കലപ്പാടി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള നല്ലൊരു മാവാണ് കലപ്പാടി മാവ്. അതായത് മാങ്ങ കുറച്ച് കിളിച്ചുണ്ട് പോലെ വന്നിട്ട് കുറച്ച് ചെറിയ മാങ്ങ ആയിരിക്കും. നാര് കുറവാണ്, കേട് സാധ്യത കുറവാണ്. ഇത് സീസണിൽ കൂടുതൽ കായ്ക്കും. മാങ്ങ സാധാരണ കായ്ക്കുന്ന സീസണിൽ കൂടുതൽ കായ്ക്കും. സീസൺ ഇല്ലാത്തപ്പോൾ കുറച്ച് കുറച്ച് കായ്ക്കും. ആൾ സീസണായിട്ട് കായ്ക്കുന്ന നല്ല വെറൈറ്റി മാവാണ് കലപ്പാടി. ഈ കാണുന്നതെല്ലാം നാംഡോക്മായുടെ വലിയ പ്ലാന്റുകളാണ്. നാംഡോക്മായി അത് തായ്ലാന്റ് വെറൈറ്റിയിൽ ഏറ്റവും നല്ല മാവാണ് നാംഡോക്മായി. പ്ലാവിന്റെ വെറൈറ്റി ഇത് നമ്മുടെ കുറച്ച് 30 കുറയുന്ന വലിയ പ്ലാന്റാണ്. ഇത് ജേത-83. ചക്കയിൽ ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു ചക്കയാണ് ജേത-83. തായ്ലാന്റ് റെഡ് എന്ന് പറഞ്ഞ എന്റെ ചോള ചെമ്പരത്തി പോലെ ചുവപ്പ്. ഇത് 2 ചക്കയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. എനിക്കല്ല, അത് ആൾക്കാർ. മഞ്ഞ കളറാണോ? ഇത് നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ ഒരു നിറം. മഞ്ഞ എന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞളുടെ ഒരു നിറവും ചോള ഭയങ്കര കട്ടിയുള്ള തൈ കാണുന്നത് ജേത-83 എന്നുള്ള ഒരു വെറൈറ്റിയാണ്. ഭയങ്കര ടേസ്റ്റ് ഉള്ള നല്ല ചക്കയാണ്. ഇത് ഇനി നട്ട് ഒരു 2 വർഷം ആകുമ്പോഴത്തേക്ക്. 2 വർഷം ആകുമ്പോൾ ഇനി 2 വർഷം ആകുമ്പോഴത്തേക്ക് വലുതായിട്ട് കായ്ക്കുള്ളൂ. നമ്മൾ വിയന്ന സൂപ്പറുള്ള ചെറിയ കായ്ക്കില്ല, കുറച്ച് വലുതായിട്ട് കായ്ക്കുന്നത്. ഇതായി കാണുന്ന എല്ലാം തന്നെ. ഇതെല്ലാം ജേത-83 ആണ്. ഇതെല്ലാം ജേത-83. ഇതാ ഈ കാണുന്നതെല്ലാം വിയന്ന സൂപ്പറുകളുടെ ഇത് കണ്ടില്ലേ. ഇത് ഏകദേശം ഒരു 10 അടിയോളം പൊക്കമുള്ള വിയന്ന സൂപ്പർ. ഇതെല്ലാം ചക്ക നോക്കി. ഇത് ദിവസവും ചക്കകൾ ഇങ്ങനെ പോകും. നമ്മളിത് ചക്ക ഇത് നല്ല വെയിലത്തിരുന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നിറയെ ചക്ക പിടിച്ചോണ്ടേ ഇരിക്കും. ആൾ സീസണായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാ. ഇവിടെ ഇന്ന് നോക്കിയേ, ഇത് നോക്കിയതാണ്. എത്ര ചക്ക നോക്കിയത്. ഇതിലെല്ലാം നിറച്ച ചക്ക. ഈ ഫ്രൂട്ടഡ് ആയ പ്ലാന്റുകൾക്കാണ് ആൾക്കാർ വളരെ ദൂരം കൊണ്ട് നട്ടാൽ മതി. നട്ടാൽ മതി. പിന്നെ ഇത് നമുക്ക് എന്ത് വിലക്കാണ് കൊടുക്കുന്നത് ഇവിടെ?
ഇതൊക്കെ നമുക്ക് ഈ കാച്ചു തുടങ്ങി നമുക്ക് 850 രൂപ മുതൽ 850 രൂപ 850 രൂപ മുതൽ സ്റ്റാർട്ട്. ഇതിന്റെ ചെറിയത് 35 രൂപ. VNS സൂപ്പറുകളുടെ ഏറ്റവും ചെറിയത് 35 രൂപ. പക്ഷെ അത് നമ്മൾ നട്ടിട്ട് അത് വീണ്ടും ഞാൻ തന്നെ പട്ടി ഉണ്ടാക്കുന്നതാണ്. അതിപ്പോ ഏകദേശം 3 വർഷം കൊണ്ട് എന്റെ നഴ്സറിയിൽ 35 രൂപയാണ്. അപ്പൊ നമുക്ക് ഈ ചെറുത് വാങ്ങിച്ചിട്ട് പോയാലും കൂടുതൽ എടുക്കുമോ? അത് നട്ടൊരു 8-10 മാസം ആകുമ്പോഴത്തേക്ക് VNS സൂപ്പറുകൾ പെട്ടെന്ന് കായ്ക്കുന്ന ഒരു variety കായ്ക്കുന്നതാണ് അല്ലേ? അതൊരു 8-10 മാസം ആകുമ്പോഴത്തേക്ക് അത് കാച്ചു തുടങ്ങും. പ്ലാന്റുകളെല്ലാം ചക്ക കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ്. ഇതിന്റെ ധാരാളം സ്റ്റോക്ക് നമ്മുടെ നഴ്സറിയിലുണ്ട്. മലയാള മനോരമയുടെ കാർഷിക പ്രദർശനത്തിന് ഫ്രൂട്ട് ആയ പ്ലാന്റുകൾ കൊണ്ടുപോകാനായിട്ട് അവർ വന്ന് നമ്മുടെ നഴ്സറിയിൽ നിന്ന് ധാരാളം പ്ലാന്റ് സെലക്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇനിയിപ്പോ അത് നാളെ മറ്റന്നാൾ കൊണ്ടുപോകും. ഇതെല്ലാം ഇല്ല, എല്ലാത്തിലും ഒരു 4-5 വെച്ചിട്ട് അവർക്ക് സ്റ്റാളിൽ കാണിക്കാനായിട്ട് അങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചേക്കാം. ചെറിയ തൈകളാണ് ഇതെല്ലാം ചെറിയത്, ഇതെല്ലാം വെവ്വേറെ വെറൈറ്റികൾ. ജയതേട്ടത്തിന് ഇതായിട്ട് തായ്ലാൻഡ് റെഡിന്റെ ഏതാണ്ട് ഈ കണ്ടില്ലേ, ഇത് തായ്ലാൻഡ് റെഡിന്റെ ചെറിയത്. ഇതിന്റെയും ചെറുതുണ്ട്, അതിന്റെയും ചെറുതുണ്ട്. ഇതിന്റെ തായ്ലാൻഡ് റെഡിന്റെ ചെറിയത് 50 രൂപയാണ്. 50 രൂപ. അതിന്റെ ഏറ്റവും ചെറിയത് 50 രൂപയ്ക്കാണ് നമ്മുടെ നഴ്സറിയിൽ. അത് ഇപ്പോഴല്ല, 3 വർഷം മുമ്പേ നമ്മൾ കൊടുത്തു. ഏതാണ്ട് ഇതെല്ലാം തായ്ലാൻഡ് റെഡിന്റെ കുറച്ച് വലിയ പ്ലാന്റുകളാണ്. ഇത് കാണുന്നതെല്ലാം പ്ലാവിന്റെ വെവ്വേറെ വെറൈറ്റികൾ. ഏകദേശം 40ഓളം വെറൈറ്റി പ്ലാവ്. പ്ലാന്റിന്റെ വലിപ്പവും കവർ സൈസ് അനുസരിച്ച് ഓരോ പ്ലാവിന്റെ വെറൈറ്റി. ഇത് വലുതാകുന്നതനുസരിച്ചിട്ട് കവർ മാറ്റി വെച്ച് കൊടുക്കണം അല്ലേ? കവർ മാറ്റി അതൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന വേറെ നമുക്ക് സ്റ്റോക്ക് യാർഡുകളുണ്ട്, വേറെ പല സ്ഥലങ്ങളുണ്ട്. ഇത് നമ്മുടെ ജാതിയുടെ കുറച്ച് വലിയ തൈകളാണ്. ഇത് കുറച്ച് മാംഗോ വെറൈറ്റീസ് ആണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ്, നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ജപ്പാന്റെ ബ്രീഡ് ആണെന്ന് തോന്നുന്നു എനിക്ക്. ഇതിന്റെ പേരൊന്ന് പറയാമോ? നമുക്കിതിന്റെ പേരാണ് മിയാസാക്കി മാംഗോ എന്ന വെറൈറ്റി ആണ്. മിയാസാക്കി മാംഗോ. അതെ, നമുക്കിപ്പോ പറയുകയാണെങ്കിൽ ഏറ്റവും ലോകത്തിൽ തന്നെ വേൾഡ് നമ്പർ 1 മാംഗോ എന്ന് പറയാം. അതിന്റെ ടേസ്റ്റിലായാലും അതിന് അത്രയും കോസ്റ്റ്ലി ആണ്. ഏകദേശം കിലോയ്ക്ക് 2.5 ലക്ഷം രൂപ വരെയൊക്കെയാണ് മിയാസാക്കി മാംഗോയുടെ വില വരുന്നത്. 2 കളറിൽ വരുന്നുണ്ട്, പർപ്പിളിലും ഉണ്ട്, റെഡിലും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു മാംഗോയുടെ പ്ലാന്റുകൾ ഒത്തിരി ഉണ്ടോ ഇവിടെ? ഒത്തിരി ഉണ്ട്. ഇതാണ് അതിന്റെ ഏറ്റവും ചെറിയ ചെറിയ പ്ലാന്റ് മുതൽ അതിന്റെ മീഡിയം സൈസ് മിഡ് റേഞ്ച് പ്ലാന്റ് ഉണ്ട്, വലിയ പ്ലാന്റ്സ് ഉണ്ട്, ഏത് ലെവലിലുള്ള പ്ലാന്റ്സ് ഓൾറെഡി ഫ്ലവേർഡ് ആയിട്ടുള്ള പ്ലാന്റ് വരെ ഉണ്ട്. ഫ്രൂട്ട് ആയി പഴുത്ത് വരുമ്പോൾ ഈ ഒരു കളർ ആയിരിക്കും. 2 കളർ വരും, ഷെയ്ഡും ഉണ്ട്, പർപ്പിളും ഉണ്ട്. ഓക്കെ. അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ മാംഗോ ഐറ്റമായ മിയാസാക്കി, അതിന്റെ പ്ലാന്റുകളാണ് നമ്മൾ ഈ കാണുന്നത്. അതിന്റെ വലിയൊരു പ്ലാന്റ് ഉണ്ട്. ഇത് ഫ്രൂട്ട് ഫ്ലവറിംഗ് ആയതാണ് അല്ലേ? ഓൾറെഡി ഫ്ലവേർഡ് ആണ്. മാംഗോയുടെ അടുത്തൊരു വെറൈറ്റി ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്, ബനാന മാംഗോ അല്ലേ? അതെ, ബനാന മാംഗോ എന്നല്ലേ പറയുന്നത്? അതെ, ബനാന മാംഗോ ആണ്. നമ്മൾ കാണുന്നത് പോലെ തന്നെ അത്യാവശ്യം നല്ല നീളത്തിന് വരുന്ന സോഫ്റ്റ് സ്കിന്നും നല്ല നീളത്തിന് വരുന്ന മാംഗോയാണ് ബനാന മാംഗോയുടേത്. അതായത് ഇവിടെ കാണിച്ചേ, ഇതാണ് ശരിക്കും ഒരു അല്ലേ? അതെ, ഇതാണ് ബനാന മാംഗോ. അതിന്റെ യെല്ലോ കളർ ഷെയ്ഡാണ് അത് കണ്ടത്. ഓക്കെ. നമുക്കിത് മോസ്റ്റ്ലി ഇത് കാണുന്നത് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ മെയിൻലി ആയിട്ട് ഫിലിപ്പീൻസിൽ, അവിടെയാണ് ഇതിന്റെ ഒറിജിനൽ. നമുക്ക് എത്ര വെറൈറ്റി ഉണ്ട് ഇതിന്റെ? നമുക്ക് ഇതിന്റെ യെല്ലോ ഉണ്ട്, പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ലെങ്ത് 3-4 വെറൈറ്റി ഉണ്ട് അല്ലേ? 3-4 വെറൈറ്റി. ഇപ്പൊ നമുക്ക് ഈ ഇരിക്കുന്ന ഈ പ്ലാന്റുകളൊക്കെ എത്ര വർഷത്തിൽ ഇനിയിപ്പം നമ്മൾ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ എപ്പോഴാ കായ്ക്കുന്നത്? ഇതിലിനിപ്പോ ചെറിയ തൈ, അതായത് സ്റ്റാർട്ടിംഗ് തൈ വരുമ്പോൾ ഏകദേശം 2-2.5 വർഷത്തിനുള്ളിൽ കായ്ക്കുന്ന തൈ ഉണ്ട്. അതിൽ വലിയ പ്ലാന്റ് ഒക്കെ ഓൾറെഡി ഫ്രൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ്. തിരുവനന്തപുരം ജില്ലക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാംഗോ ആയിട്ടാണ് കോട്ടൂർക്കോണം. ഇതിന്റെ ഏതൊക്കെ വെറൈറ്റി പ്ലാന്റുകളാണ്? ഇതാണ് നമ്മുടെ കോട്ടൂർക്കോണം വെറൈറ്റിയുടെ. ഇതിന്റേതായാലും നമുക്ക് ഏറ്റവും ചെറിയ പ്ലാന്റ് മുതൽ കാഴ്ചയ്ക്കുന്ന വലിയ പ്ലാന്റ് വരെ നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ്. കോട്ടൂർക്കോണമാണ് നമുക്കിപ്പോൾ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള മാങ്ങകളെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ തൊലിക്കട്ടിയുള്ള മാങ്ങ കോട്ടൂർക്കോണത്തിനാണ്. അതുകൊണ്ട് തന്നെ കാഴ്ചയുടെ ഒക്കെ ശല്യം കമ്പാരിറ്റീവ്ലി കുറവും. അതെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലഷി ആയിട്ടുള്ള മാംഗോ ആണ്. ഇത് നമ്മുടെ ഗ്രീൻസ് നഴ്സറിയിലുള്ള ഞാവലിന്റെ വെറൈറ്റികളാണ്. നമ്മുടെ നഴ്സറിയിൽ നോർമൽ ജാമുനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ തായ്ലാൻഡ് വെറൈറ്റി ആയ തായ്ക്കിങ് ജാമുനുണ്ട്, വൈറ്റ് ജാമുനുണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റിയാണ്. ഈ തായ്ലാൻഡ് ഞാവലൊക്കെ വരുമ്പോൾ അത്യാവശ്യം വലിയ കാ സൈസാണ്, നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ ഗ്രീൻസ് നഴ്സറിയിൽ ഇപ്പോൾ ഒരുപാട് വെറൈറ്റി സപ്പോട്ടയുടെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അതിൽ മെയിൻലി ആയിട്ട് വരുന്നത് നമ്മുടെ ബനാന സപ്പോട്ട, അതുപോലെ തന്നെ തായ്ക്കിങ് സപ്പോട്ട, ക്രിക്കറ്റ് ബോൾ സപ്പോട്ട, കലപ്പാട്ടി സപ്പോട്ട, ഇത് തുടങ്ങിയ പല വെറൈറ്റിയിലുള്ള സപ്പോട്ടയുടെ വെറൈറ്റീസ് ഇന്ന് നമ്മുടെ ഗ്രീൻസ് നഴ്സറിയിൽ അവൈലബിൾ ആണ്. ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് കണ്ടായിരുന്നു, അതിൽ ഫ്രൂട്ടും ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത, എന്താണ് അതിന്റെ പേരെന്താണ്? ഇത് നമ്മുടെ മക്കോട്ട ദേവ എന്ന് പറഞ്ഞു വരുന്ന ഫ്രൂട്ടാണ്. ഇനി നമുക്ക് റോ ആയിട്ട് കഴിക്കേണ്ടതല്ലേ ഈ ഫ്രൂട്ട്. അത് വന്നിട്ട് നമ്മുടെ ഈ ഡയബറ്റിക്സ് പേഷ്യൻസ് ഒക്കെ ഇതിനെ ഉണക്കി പൊടിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതിനെ കൺസ്യൂം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്രൂട്ടാണ്. ഇപ്പോൾ ഡയബറ്റിക്സ് പേഷ്യൻസ് ആണ് മോസ്റ്റ്ലി ഇതിനെ കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. ഇന്ന് നമ്മുടെ ഗ്രീൻസ് നഴ്സറിയിൽ ഏകദേശം 15ഓളം വെറൈറ്റി പേരയുടെ തൈകൾ അവൈലബിൾ ആണ്. അതിൽ മെയിനായിട്ട് വരുന്നതാണ് നമ്മുടെ റെഡ് ഡയമണ്ട് പേര, വൈറ്റ് ഡയമണ്ട് പേര, അതുപോലെ തന്നെ ബ്ലാക്ക് ഡയമണ്ട് പേര തുടങ്ങിയ 15ഓളം വെറൈറ്റി പേരകൾ നമുക്ക് നഴ്സറിയിൽ അവൈലബിൾ ആണ്. മറ്റൊരു എക്സോട്ടിക് വെറൈറ്റി പ്ലാന്റ് ആണ് അബിയു. ആക്ച്വലി ഇതൊരു ട്രോപ്പിക്കൽ വെറൈറ്റി ആണ്. ഇപ്പോൾ അതിൻ്റെ ലെയർഡ് ആയിട്ടുള്ള തൈകളാണ് നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ടേസ്റ്റ് ഏകദേശം നമ്മുടെ ഇളനീരിൻ്റെ കരിക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് ഐസ്ക്രീം പോലെ ആയിരിക്കും. അതിൻ്റെ ചെറുതും വലുതുമായ എല്ലാ പ്ലാന്റ്സും ഇന്ന് ഗ്രീൻസ് നഴ്സറിയിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഗ്രീൻസ് നഴ്സറിയിൽ എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സിന്റെയും തെങ്ങിന്റെയും വെറൈറ്റീസുകൾ മാത്രമല്ല,
ഇൻഡോർ പ്ലാന്റ്സിന്റെയും ഗാർഡനിങ് ടൂൾസിന്റെയും അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെയും ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിന്റെയും വളരെയധികം വെറൈറ്റീസുകൾ നമുക്കിവിടെ ഉണ്ട്. നമുക്ക് ആ വെറൈറ്റികളെ പറ്റി ഒന്ന് പരിചയപ്പെടാം. ഇത് ഗാർഡനിങ് ടൂൾസുകളാണ്, അതായത് ടോട്ടൽ കമ്പനിയുടെ ഗാർഡനിങ് ടൂൾസുകളാണ്. ചെറിയ ബ്രാഞ്ചുകൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കട്ടറുകളുണ്ട് ഇവിടെ. പ്രൂണിങ് സാ, ഈ പ്രൂണിങ് സാ എന്ന് പറയുമ്പോൾ ഇത് കൈകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പ്രൂണിങ് സാ എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ താഴെ ഒരു പൈപ്പോ അതുപോലെ ചെറിയ തടിക്കഷ്ണമോ ഉപയോഗിച്ച് വളരെ പൊക്കത്തിലുള്ള ശാഖകൾ വരെ കട്ട് ചെയ്യാൻ സാധിക്കും. ടോട്ടൽ കമ്പനിയുടെ ആക്സുകളും പ്രൂണിങ് ഷീയേഴ്സ്, ലോപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ തിക്കായിട്ടുള്ള ബ്രാഞ്ചസുകൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോപ്പേഴ്സുകളുണ്ട്. അതുപോലെ എഡ് ഷിയർ ഉണ്ട്. എഡ് ഷിയർ എന്ന് പറയുന്നത് നമ്മുടെ ബ്രാഞ്ചുകൾ, ബുഷസുകൾ, അതായത് നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന പുൽച്ചെടികളൊക്കെ ഷേപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ എഡ് ഷിയർ എന്നൊക്കെ പറയുന്നത്. ഇതിനൊക്കെ 10% ഡിസ്കൗണ്ടാണ് ഇവിടെ നൽകുന്നത്. നമ്മുടെ ഗ്രീൻസ് നഴ്സറിയിലെ ഇൻഡോർ പ്ലാന്റ്സിന്റെ കുറച്ച് കളക്ഷൻസ് പരിചയപ്പെടാം. ഇത് ലക്കി ബാമ്പു ആണ്. ഇത് 2 ലെയറിൽ വരുന്ന ലക്കി ബാമ്പു ആണ്. ഇത് വരുമ്പോൾ 3 ലെയറിൽ വരുന്നത്. പിന്നെ ഇപ്പൊ പുതിയ വെറൈറ്റി കളക്ഷൻസിലുള്ള ലക്കി ബാമ്പു ആണ് ഈ ഇരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ലക്കി ബാമ്പുവിന്റെ കളക്ഷൻസ് ആണ്. ഇത് പ്രൈസ് നമുക്ക് ഓരോന്നും ഈ ലെയർ അതനുസരിച്ചാണ് ലെയർ. ഇത് 3 ലെയറിന് 2 ലെയറിന് സെപ്പറേറ്റ് പ്രൈസ് ആണ്. ഇത് വരുമ്പോൾ അല്ലാതെ ഒരു വെറൈറ്റിയിലുള്ള ഇപ്പൊ ന്യൂ കളക്ഷൻസിലുള്ളതാണിത്. പിന്നെ വരുന്നത് നമുക്ക് പച്ചക്കറി സീഡ്സ്, എല്ലാത്തരം പച്ചക്കറികളുടെ സീഡ്സും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള പോട്ട്സ്, ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ട് വെക്കുന്ന നല്ല ക്വാളിറ്റിയിലുള്ള പോട്ട്സുകൾ, നിരവധി പോട്ട്സുകളാണുള്ളത്. വെയിലോ മഴയോ കൊണ്ട് കളർ ഫേഡാകാത്ത പോട്ട്സ് ആണ് ഈ പോളിമർ പോട്ട്സ് എന്ന് പറഞ്ഞാൽ. അതിന്റെ നിരവധി കളക്ഷൻസ് ഒക്കെ നമുക്കിവിടെ ലഭ്യമാണ്. സ്പ്രേ ബോട്ടിൽ, അതിന്റെ തന്നെ പല ടോട്ടൽ കമ്പനിയുടെ സ്പ്രേ ബോട്ടിൽ, പിന്നെ വാട്ടർ ക്യാന്, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് പോട്ട്സ് ഒക്കെ നമുക്ക് പുറത്തൊക്കെ വെക്കാൻ പറ്റുന്ന പോട്ട്സ് ആണ്. ചെടികൾ നട്ടു വളർത്താൻ ഉപയോഗിക്കുന്നതും വളർന്നു കഴിയുമ്പോൾ യൂസ് ചെയ്യാനുമായിട്ട് ഉപയോഗിക്കുന്ന ഗ്രോ ബാഗുകളാണ്. നമുക്കത് പലതരം സൈസിലുണ്ട്. 6x6 സൈസ്, 9x9, 12, അതായത് ഓരോ സൈസ്, ഓരോ ചെടിയുടെ സൈസിനനുസരിച്ച് നമുക്ക് നട്ടു വളർത്താൻ പറ്റിയ ഗ്രോ ബാഗുകൾ. ഏകദേശം 25-30 വർഷത്തെ ഈൽഡാണ് ഇതുകൊണ്ട് നിൽക്കുന്നത്. അതുപോലെ ഈ പോട്ട്സിന്റെ അടിയിൽ വെള്ളം നിൽക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പലതരം പ്ലേറ്റ്സുകൾ, പല സൈസിലുള്ള പ്ലേറ്റുകളുണ്ട്. ഇനി അടുത്ത കുറച്ച് വളങ്ങളെ പറ്റി. ഇത് വെർമി കമ്പോസ്റ്റ്, അതായത് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ജൈവപരമായിട്ടുള്ള എല്ലാ വളങ്ങളും ഇവിടെ ലഭ്യമാണ്. എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക് തുടങ്ങിയതും ഇവിടെ ഉണ്ട്. നമ്മുടെ സോയിൽ ബൂസ്റ്റർ, അതായത് പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളരുന്നതിനും റൂട്ടിങ്ങിന് ഉപയോഗിക്കുന്നതാണ് ഈ ഷെൽക്കോൺ എന്ന് പറയുന്നത്. ഷെൽക്കോൺ pH വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നതിനും കായ് കൊഴിച്ചിൽ ഒഴിവാക്കുന്നതിനും മണ്ണിൽ ചെടികൾ ഹെൽത്തി ആയിട്ട് വളരുന്നതിനും ഉപയോഗിക്കുന്നതാണ്. ഇത് വർഷത്തിൽ 3-4 തവണയായിട്ട് വളപ്രയോഗം ചെയ്താൽ മതിയാകും. ഇത് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ നഴ്സറിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വെറൈറ്റി ഫ്രൂട്ടാണ് ജബോട്ടിക്കാബ. ട്രോപ്പിക്കൽ വെറൈറ്റിയായ ജബോട്ടിക്കാബയുടെ നേറ്റീവ് ബ്രസീലാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിൽ, ട്രോപ്പിക്കൽ കണ്ടീഷനിൽ ഏറ്റവും നന്നായി വളരുന്ന ഒരു ഫ്രൂട്ടാണ് ജബോട്ടിക്കാബ. ഒത്തിരി ആന്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ജബോട്ടിക്കാബ ഹെൽത്തിന് ഒത്തിരി ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു ഫ്രൂട്ടാണ്. ഇതാണ് നമ്മുടെ ജബോട്ടിക്കയുടെ ഫ്രൂട്ട്. ഒത്തിരി ജ്യൂസിയും പൾപ്പിയും ആയിട്ടുള്ള ഫ്രൂട്ടാണ് ജബോട്ടിക്കയുടെ. നല്ല ജ്യൂസി ആയിട്ടുള്ള ഫ്രൂട്ടാണ്. നമുക്ക് പല തരത്തിലുള്ള വളങ്ങളും ഉപയോഗമുണ്ട്. അതായത് ജൈവപരമായിട്ടുള്ളതും കെമിക്കൽ ആയിട്ടുള്ളതുമായിട്ടുള്ള വളങ്ങൾ ഒരുപാട് ഇവിടെയുണ്ട്. ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഫംഗിസൈഡ് ആയിട്ടുള്ളതാണ്. നമ്മുടെ ചെടികൾക്കുണ്ടാവുന്ന മഞ്ഞളിപ്പും അതുപോലെ കുരുട് പോലെയുള്ള രോഗങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. 2.5 മില്ലി അല്ലെങ്കിൽ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ വേറെ ഒന്നാണ് ഓൾടാക്സ് എന്ന് പറയുന്നത്. ഓൾടാക്സ് ഇപ്പം നമ്മുടെ തെങ്ങുകൾക്ക് ഒരുപാട് ബാധിക്കുന്നതാണ്. ചെമ്പൻചെല്ലി, കൊമ്പൻചെല്ലിയുടെ ആക്രമണം. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഓൾടാക്സ് ഉപയോഗിക്കുന്നത്. നിശ്ചിത അളവിലുള്ള ഓൾടാക്സ് എടുക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ മണലും കൂടെ ചേർത്ത് തെങ്ങിന്റെ മടലുകൾക്കിടയിൽ ഇട്ട് കൊടുക്കാം. ഇത് 15 ദിവസം അല്ലെങ്കിൽ 30 ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇത് ചെല്ലിയുടെ ആക്രമണം പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. പിന്നെ ഹെൽപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വളപ്രയോഗങ്ങൾ നടത്തുന്നതിനോടൊപ്പം മഴയായിരുന്നാലും വെയിലായിരുന്നാലും അത് ആ വളവും ചെടികളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതിന്, അതായത് മഴ വരുമ്പോൾ അത് ഊർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഹെൽപ്പേഴ്സ് എന്ന് പറയുന്നത്. ട്രൈക്കോഡർമ, ഈ ട്രൈക്കോഡർമ എന്ന് പറയുന്നത് നമ്മുടെ ചെടിയുടെ മുരടിപ്പ്, അതിൻ്റെ കായൊക്കെ കരിഞ്ഞു പോകുക, പിന്നെ ഇലകൾ കരിഞ്ഞു പോകുക, അതിനൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല മാർഗ്ഗം. ഇത് തെങ്ങിന് മാത്രമല്ല മറ്റുള്ള ഫ്രൂട്ട് പ്ലാന്റ്സുകൾക്കും
ഫ്ലവറിംഗ് പ്ലാന്റ്സുകൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ഗ്രീൻസ് നഴ്സറിയിൽ നല്ല പ്യുവർ ഹണി 1 കിലോയിലും 1/2 കിലോയിലും പിന്നെ ഗൂസ്ബെറി, മറ്റേ ഗാർലിക്, ജിഞ്ചർ ഇതെല്ലാം ഇട്ട നല്ല നല്ല നെയ്യാർ കമ്പനിയുടെ നല്ല ഹണിയും ഇവിടെ ലഭ്യമാണ്. പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എപ്സം സാൾട്ട് ഇതൊക്കെ നല്ല ചെടിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് എപ്സം സാൾട്ട്. പിന്നെ DAP ഒരുപാട് നാളായി പൂക്കാതെയും കായ്ക്കാതെയും നിൽക്കുന്ന പ്ലാന്റ്സിന് ഉപയോഗിക്കുന്നതാണ് DAP എന്ന് പറയുന്നത്. ഇത് തെങ്ങിലെ കൊച്ചങ്ങ പൊഴിച്ചിലിന് വേണ്ടി ഉപയോഗിക്കുന്നത് ബോറക്സ്. കൊച്ചങ്ങ കരിഞ്ഞ് പോകുന്നതിനും നല്ല കരിഞ്ഞു പോകുന്ന ആ പ്രശ്നത്തിനും ഒരുപാട് കൊച്ചങ്ങ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ബോറക്സ്. പിന്നെ കൊക്കോ ചിപ്സ്, ഭൂമി, പച്ചക്കക്ക, പിന്നെ മൈക്രോ ന്യൂട്രിയൻ ഫുഡ്, പ്ലാന്റ്സിനുള്ള മൈക്രോ ന്യൂട്രിയൻ ഫുഡ്, ഇങ്ങനെയുള്ള നിരവധി ഐറ്റംസ്, ഫെർട്ടിലൈസേഴ്സ്, ജൈവ വളങ്ങൾ ഫംഗിസൈഡായിട്ട് ഉപയോഗിക്കുന്നത് ഈ സാഫ് എന്ന് പറയുന്നത്. പിന്നെ സ്യൂഡോമോണസ്, പെർലൈറ്റ്, ഫ്ലവർ ഫെർട്ടിലൈസേഴ്സ്, അങ്ങനെ നിരവധി ഐറ്റംസ് നമ്മുടെ ഗ്രീൻസ് നഴ്സറിയിൽ ലഭ്യമാണ്. തെങ്ങിലുണ്ടാകുന്ന ചെല്ലിയുടെ ആക്രമണം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ പ്രൊട്ടക്ടർ എന്ന് പറയുന്നത്. ഇത് തെങ്ങിന്റെ മടലിൽ എത്ര ശതമാനമാണോ മരുന്നെടുക്കുന്നത് അതോടൊപ്പം മണലും ചേർത്ത് മിക്സ് ചെയ്ത് മടലിന്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. അതോടൊപ്പം ചെല്ലിയെ പിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഈ ട്രാപ്പ്. അതായത് ഇതിനകത്ത് കൊമ്പൻ ചെല്ലിയുടെയും ചെമ്പൻ ചെല്ലിയുടെയും 2 തരത്തിലുള്ള മരുന്നുകളുണ്ട്. ഈ മരുന്ന് ഈ അടപ്പിൽ കെട്ടിയിട്ടതിന് ശേഷം അതിൻ്റെ ബക്കറ്റിൽ വെള്ളവും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് കണ്ട് ചെല്ലികൾ ഡയറക്റ്റായിട്ട് ഇതിൽ വന്ന് കയറുന്നുണ്ട്. അതോടുകൂടി ചെല്ലിയുടെ ആക്രമണം ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ വേറൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും അതുപോലെ തന്നെ ഇൻഡോർ പോട്ട്സിൻ്റെയും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ശാഖ നമുക്കിവിടെ തുറക്കുന്നുണ്ട്. അതായത് അത് ഉടനെ തന്നെ തുറക്കും. അത് ആ വിവരം കൂടി സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിക്കുകയാണ്.